പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുടം തുറന്ന് ഒരു ഭൂതത്തെ അഴിച്ചുവിട്ടിട്ടുണ്ട്. 1,250,000 കള്ള വോട്ടുകളുടെ വിവരങ്ങളാണ് വെളിപ്പെടുത്തിയത്. 5 വിധത്തിലാണ് ആ വോട്ടർമാരെ രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ 11,965, വ്യാജ വിലാസങ്ങളിൽ ഉള്ളവർ 40,009, ഒരേ വിലാസത്തിൽ അനവധി വോട്ടർമാർ 10,452, വ്യാജ ഫോട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് 33,692. എല്ലാം ചേർന്ന് 1,250,000 കള്ളവോട്ടുകളുടെ വിവരമാണ് അക്കമിട്ട് ചിത്രങ്ങളും തെളിവുകളും സഹിതം രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ സംശയകരമായ വോട്ടുകൾ ഇവിടെ മാത്രമല്ല, പിന്നാലെ തെരഞ്ഞെടുപ്പ് നടന്ന ഡൽഹിയിലുമുണ്ട്. മഹാരാഷ്ട്രയിൽ തന്നെ 39 ലക്ഷം വോട്ടുകളാണ് സംശയ നിഴലിൽ ഉള്ളത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരിൽ നല്ലൊരു പങ്ക് ചേലക്കരയിലും പാലക്കാട്ടും പട്ടാമ്പിയിലുമൊക്കെ വോട്ടുള്ളവരായിരുന്നു എന്ന ആരോപണം അന്നേ ഉയർന്നിരുന്നു. അതൊക്കെ ആരന്വേഷിക്കാൻ? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഭരണം നേടിയത് കള്ളവോട്ടുകൊണ്ടോ? മഹാരാഷ്ട്രയിൽ 2024 മേയിൽ വോട്ടർമാർ 9,30,61,760. 5 മാസത്തിന് ശേഷം നവംബറിൽ ആകെ വോട്ടർമാർ 9,70,25,119. കൂടുതൽ ചേർന്നത് 39,63,359 പേരാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിലുണ്ടായ വ്യത്യാസമാണിത്. 6 മാസം കൊണ്ട് 39 ലക്ഷം വോട്ടർമാരുടെ എണ്ണം കൂടുമോ? ഈ കാലയളവിൽ മഹാരാഷ്ട്രയിൽ ജനസംഖ്യയിൽ ഉണ്ടായ വർധനയാണെങ്കിൽ 9 ലക്ഷം മാത്രവുമാണ്. ഇതിന്റെ ഒരു മറുവശം നോക്കാം. 2019 തെരഞ്ഞെടുപ്പും 2024 തെരഞ്ഞെടുപ്പും തമ്മിലുള്ള അകലമായ 5 വർഷം കൊണ്ട് മഹാരാഷ്ട്രയിൽ കൂടിയത് 32,23,493 വോട്ട് മാത്രമാണ്. എന്നാൽ അത് കഴിഞ്ഞ് 6 മാസം കൊണ്ട് 39 ലക്ഷമായി വോട്ട് വർദ്ധിച്ചു. ഈ വോട്ട് വർധനയുടെ പാറ്റേൺ ആണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുന്നത്. വ്യാജ വിലാസങ്ങളിൽ ഉള്ളവർ മാത്രം 40,009 പേരാണ്. ഒരു വിലാസം തന്നെയുള്ളതോ 10,452 വോട്ടർമാർക്കും. അപ്പോൾ ആരാണ് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെ കണ്ടെത്തേണ്ടത്? നിരവധി ബൂത്തുകളിലെ കണക്ക് രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുന്നുണ്ട്. അവിടെയൊന്നും 5:30-ക്ക് ശേഷം കാര്യമായ പോളിംഗ് നടന്നിട്ടില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് വന്നപ്പോൾ ആ ബൂത്തുകളിലൊക്കെ വൈകിട്ട് വലിയ തോതിൽ പോളിംഗ് നടന്നിരിക്കുന്നു. എല്ലാം 5:30-ക്ക് ശേഷം പോൾ ചെയ്തതായാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ സത്യാവസ്ഥ പരിശോധിക്കാൻ CCTV ദൃശ്യങ്ങളുമില്ല. അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് ബൂത്ത് ഏജന്റുമാർ പറയുന്നുണ്ട്. CCTV റെക്കോർഡിംഗ്സ് നശിപ്പിക്കുകയാണ് പതിവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. തെളിവായി ഉപയോഗിക്കാനല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും പണം ചെലവഴിച്ച് റെക്കോർഡ് ചെയ്യുന്നത്? ബൂത്തുകളിൽ നടക്കുന്ന വോട്ടിംഗ് അറിയാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ക്യാമറ ഉപയോഗിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം പറയുന്നില്ല. ആദിത്യ ശ്രീവാസ്വത് എന്ന ഒറ്റ വോട്ടർ കർണാടകയിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും വോട്ട് ചെയ്യുകയാണ്. അതും ഒരു വിലാസം തന്നെ കാണിച്ച് 0 എന്ന് രേഖപ്പെടുത്തിയ വിലാസവുമായി വേറെയും നിരവധി വോട്ടർമാർ. മഹാരാഷ്ട്രയിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും തീർത്തും ഭിന്നമായ വിധിയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു വിധി വന്നപ്പോൾ തന്നെ ആരോപണവും ഉയർന്നിരുന്നു. എന്നാൽ എല്ലാം കെട്ടുകഥകളാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. ഇപ്പോൾ 1 ലക്ഷം വോട്ടർമാരുടെ ഇരട്ടിപ്പ് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചു. പക്ഷേ മഹാരാഷ്ട്രയിൽ ഭരണം മാറിയത് 1 ലക്ഷം വോട്ടിനല്ല. അവിടെ 30 ലക്ഷത്തോളം വോട്ടുകളാണ് BJPക്ക് ഭരണം പിടിക്കാൻ അധികമായി കിട്ടിയത്. അത് തെളിയിക്കുക എന്ന വലിയ ദൗത്യം ബാക്കിയുണ്ട്. അപ്പോൾ ഡൽഹിയിലോ? ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൽ നിന്ന് ഭിന്നമായാണ് വോട്ടിംഗ് രീതി. 48 സീറ്റ് നേടി ഡൽഹിയിൽ അധികാരത്തിൽ എത്തിയ BJPക്ക് ആകെ കിട്ടിയ വോട്ട് 43,23,110 വോട്ടാണ്. രണ്ടാം സ്ഥാനത്തെത്തിയ ആം ആദ്മി പാർട്ടിക്ക് 41,33,898 വോട്ട്. BJP ആം ആദ്മി പാർട്ടിയേക്കാൾ കൂടുതൽ നേടിയത് വെറും 1,89,212 വോട്ട് മാത്രം. ഓരോ മണ്ഡലവും എടുത്തു പരിശോധിച്ചാൽ അരവിന്ദ് കെജ്രിവാൾ തോറ്റ ന്യൂഡൽഹി സീറ്റ് ഉൾപ്പെടെ BJP ജയിച്ച മണ്ഡലങ്ങളിലാണ് 6,000 മുതൽ 10,000 വരെ വോട്ടർമാർ കൂടുതൽ എത്തിയിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളിൽ 10,000 വരെ വോട്ടർമാർ അവസാന ദിവസങ്ങളിൽ പട്ടികയിൽ കയറി. അവരെല്ലാം കൃത്യമായെത്തി വോട്ട് ചെയ്തു. അങ്ങനെയാണ് 48 സീറ്റിൽ BJP ജയിക്കുന്ന സ്ഥിതി ഉണ്ടായത് എന്നാണ് ആരോപണം.
രണ്ട് പാർട്ടിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം അപ്പോഴും 1.89 ലക്ഷം മാത്രവുമാണ്. ഡൽഹിയിൽ 2024 മേയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പോൾ ചെയ്തത് 89,43,585 വോട്ട്. ഏതാനും മാസങ്ങൾക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തത് 94,59,997. കൂടുതലായി പോൾ ചെയ്തത് 5 ലക്ഷത്തിലധികം വോട്ടുകൾ. ഡൽഹിയിൽ ഈ 10 മാസത്തിനിടെ പ്രായപൂർത്തിയായവരുടെ എണ്ണത്തിലെ വ്യത്യാസം 40,000 മാത്രമാണ്. അവിടെയാണ് 5 ലക്ഷത്തിലധികം വോട്ടർമാർ കൂടുതലായി വോട്ടർ പട്ടികയിൽ എത്തിയത്. ക്രമക്കേട് തെളിയിക്കാൻ രാഹുൽ ഗാന്ധി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന കണക്കുകൾ മാത്രം പോരാ, ഡിജിറ്റലായും നേരിട്ടുമുള്ള തെളിവുകൾ വേണം. ഇതിലുമൊക്കെ പ്രധാനം സാക്ഷിമൊഴികളാണ്. ആരൊക്കെ എവിടെയൊക്കെ വോട്ട് ചെയ്തു എന്നതിന്റെ തെളിവുകൾ പുറത്തു വരണം. ഓരോ വിലാസത്തിലുമുള്ള യഥാർത്ഥ താമസക്കാർ ആരെന്ന് വ്യക്തമാകണം. ഇതിനൊക്കെ വലിയ തോതിൽ അന്വേഷണം നടക്കണം. രാജ്യവ്യാപകമായി റെയ്ഡുകൾ വേണ്ടിവരും. അങ്ങനെ ഒരു അന്വേഷണം നടക്കണമെങ്കിൽ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനസ്സ് വയ്ക്കണം. പിന്നെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ ഏജൻസി ഉണ്ടാകണം. ഇപ്പോഴുള്ള ഏജൻസികളെ കുറിച്ച് സുപ്രീം കോടതി പോലും നല്ലതൊന്നും പറയാത്ത കാലമാണ്. തത്ത കൂട്ടിലാണെന്ന് മാത്രമല്ല, ചിറകിനും കാലിനും ചങ്ങലയിട്ട് വായും മൂടിയാണ് കൂട്ടിലിട്ടിരിക്കുന്നത്. ഒരു കാര്യമുണ്ട്, വോട്ടർ പട്ടികയിലെ ഈ അസ്വാഭാവികതയെക്കുറിച്ച് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കുക തന്നെ വേണം. അതില്ലാത്തിടത്തോളം വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.